ഇന്നത്തെ വീട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഷിഫ്റ്റിങ് അതൊക്കെയാണ് കാണാൻ പോകുന്നത്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഒത്തിരി ദൂരെയാണ് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വീടെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടായിരുന്നു നമ്മളെല്ലാ പാക്കിങ്ങും ചെയ്തത്. വന്നേ ഉള്ളൂ. You both safe. അത് ശരി. വലിയ ആവശ്യമുണ്ടായിരുന്നു. ഇതൊന്നും പറ്റില്ല. അനുവും ഹർസാനും ഇവിടെ ഇപ്പോൾ വന്നു. കുറച്ചൊക്കെ പാക്ക് ചെയ്തു. നമ്മൾ പിന്നെ നേരെ തിരിച്ച് നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ കൊണ്ടുപോയി കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചു. അപ്പോൾ ഇവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ പാക്കിങ്ങിലും ഷിഫ്റ്റിങ്ങിൻ്റെയും ടൈമിൽ. വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പാടുള്ള കാര്യമാണ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർ ക്ലീനിങ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോണ്ടും സംഭവങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. സോ നമ്മളെല്ലാം ക്ലീനിങ് തുടങ്ങി. പിന്നെ നമ്മൾ മൂവേഴ്സിനെ ഹയർ ചെയ്ത് നമ്മുടെ ഫർണിച്ചേഴ്സൊക്കെ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അട്ലയിലുള്ള ബെസ്റ്റ് മൂവേഴ്സിനെയാണ് ഹയർ ചെയ്തത്. റീസണബിൾ പ്രൈസിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഒറ്റ ട്രിപ്പിൽ മൂവ് ചെയ്തു. അതെ, എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പണിയെടുക്കാത്ത ഒരാള് ഈ ചാനി പണിയെടുക്കുന്നു. ഇതിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ മൂവ് ചെയ്യാൻ പോകുന്നത്. കാണുമ്പോൾ കുഞ്ഞതാണെങ്കിലും എല്ലാം ഒറ്റ ട്രിപ്പിൽ നമ്മൾ കൊണ്ടുപോയി. നമ്മുടെ ബെഡും സാധനങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പൊക്കി കൊണ്ടുപോകണം കണ്ടപ്പോൾ നമ്മുടെ കൗതുകം മൂത്ത് നമ്മളിതാ ചേട്ടന്മാരോട് ചോദിച്ചു നമ്മളെയും കൂടി ഒന്ന് പൊക്കാമോ എന്ന്. പിന്നെ അവർ വേറെ ഒന്നും നോക്കിയില്ല. അത് ചടപട സംഭവം ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ സംഭവം കൊള്ളായിരുന്നു. Again we continue to our cleaning. ക്ലീൻ ചെയ്ത് പകുതി ആയപ്പോഴത്തേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി. നമ്മൾ മടുത്തു. നമുക്ക് ഇരിക്കാനോ കിടക്കാനോ ഒരു സ്ഥലം പോലും ഇല്ല. കാരണം നമ്മൾ ഫർണിച്ചേഴ്സൊക്കെ ഓൾറെഡി മൂവ് ചെയ്ത് പിന്നെ ഒരു തുണിയൊക്കെ വിരിച്ചിവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നു. ടാനിയുടെ ചടപട എന്നുള്ള ക്ലീനിങ് കണ്ടപ്പോൾ തോന്നിയില്ല. പെട്ടെന്ന് നമ്മുടെ വാക്യൂം ക്ലീനർ അടിച്ചു പോച്ച്. പിന്നെ അതൊക്കെ ശരിയാക്കി വീണ്ടും നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ പഴയ വീട് വിട്ടു പോകുന്നതിൽ എനിക്കും തനിക്കും ഭയങ്കര വിഷമമായിരുന്നു. കാരണം ആക്ച്വലി നല്ലൊരു വീടായിരുന്നു സംഭവം. പിന്നെ ഉള്ള സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റി എങ്ങനെയൊക്കെയോ വണ്ടി കയറ്റി നമ്മളിങ്ങനെ പോവാണ് തിരിച്ച് നമ്മുടെ പുതിയ വീട്ടിലേക്ക്. ഇന്നത്തോടെ നമ്മുടെ ഷിഫ്റ്റിംഗ് മൊത്തം തീർന്നു. ഇനിയാണ് ശരിക്കുള്ള കഷ്ടപ്പാട് വരുന്നത്. പുതിയ വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചു. ഇനി ഇതൊക്കെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ പ്രോപ്പറായിട്ട് വീടൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ see you on next video. Until bye.